അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നമ്മളിവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണോളം തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് കമ്പനിയുടെ തേയിലപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല നിങ്ങൾ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ സാധാരണ രീതിയിൽ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശരിക്കും ഒന്ന് തിളച്ച് നമ്മുടെ ഈ ടീക്കകത്തുള്ള എല്ലാ എസൻസും ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി വേണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചായ ചെറുതായിട്ട് തിളച്ച് വരുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ചായ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി നേരത്തെ എത്രത്തോളം തീ കൂട്ടി വെച്ചിരുന്നോ ആ തീ കുറയ്ക്കാം. ഓക്കെ. അപ്പം മീഡിയം ഹീറ്റിലേക്ക് നമ്മൾ മാറ്റി അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം ഇതാണ്, മറ്റൊന്നുമല്ല നമ്മുടെ സാധാരണ കറുവപ്പട്ട അല്ലേ, ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ കറുവപ്പട്ടയുണ്ട്. ആ കറുവപ്പട്ടയുടെ ഒരൊറ്റ പീസ് ഇതുപോലെ ഒരു പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ 2 നമ്മുടെ ഏലക്ക, ഈ ഏലക്കായും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പൊട്ടിച്ച് വേണം ഇടാൻ, കുഴപ്പമില്ല. അതല്ലാതെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇട്ടേക്കുക. കാരണം ഇതിൻ്റെ ആ നല്ല ടേസ്റ്റ് ഫ്ലേവർ എല്ലാം നമ്മുടെ ഈ ചായയിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി സ്ലോ ഈ സ്പീഡിൽ സാവധാനം ഇത് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി ശരിക്കും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ശരിക്കും തിളച്ചിട്ടുണ്ട്. ഞാൻ തീ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റാം. ഇതുപോലെ അരിച്ചു മാറ്റാം. ഒരു സാധാരണ കട്ടൻ ചായ പോലെ നിങ്ങൾ ഇതിനെ കാണണ്ട. ഒരുപാട് ശരീരത്തിന് നല്ല ഗുണമുള്ള ഒരു കട്ടൻ ചായയാണിത്. സാധാരണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാൽ ചായ കുടിക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ചായ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് വളരെയധികം ഗുണമുണ്ടാകും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചെറിയ പനികൾ, ജലദോഷം, മൂക്കടപ്പ്, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഷുഗർ, ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ചായ വളരെയധികം ഗുണം നൽകും. കാരണം സിനിമൻ സ്റ്റിക്ക്, അതായത് നമ്മുടെ കറുവപ്പട്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമുള്ള സാധനമാണ്. എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നു, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതൊന്നുമല്ല, ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നല്ല ഒരു ഉന്മേഷം നൽകാൻ വേണ്ടി നമ്മളെ ഒരുപാട് സഹായിക്കുന്നു ഈ നമ്മുടെ കുഞ്ഞൻ ചായ. ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്കിതിനെ ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സിനിമൻ സ്റ്റിക്ക്, അതായത് നമ്മുടെ കറുവപ്പട്ട ഈ ഷുഗറിനെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ ഷുഗർ നമ്മൾ ഇട്ടേക്കുന്ന പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, സാധാരണ ചായ കുടിക്കാനൊക്കെ ഇടുന്ന ഷുഗർ ടാബ്ലറ്റ്, ആ ഷുഗർ ടാബ്ലറ്റ് ഇട്ടാലും മതി, ഒരു കുഴപ്പമില്ല. മധുരം ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് മധുരം കൂടുതലെങ്കിൽ മധുരം കൂടുതൽ, അതനുസരിച്ച് അതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻസ്, നിങ്ങൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ചൂടാണ്, അതാണ് ഞാൻ ഈ മാറി പിടിക്കുന്നത്. ഇനി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ചായ ഒന്ന് കുടിച്ചു നോക്കാം. സാധാരണ കട്ടൻ ചായ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ